ഇന്നലെ അന്തരിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പി തങ്കച്ചന്റെ സംസ്കാരം നാളെയാണ് നടക്കുക. ഇന്ന് രാവിലെ 11 മണിയോടെ മൃതദേഹം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്നും പെരുമ്പാവൂരിലെ വീട്ടിലെത്തിക്കും. രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിക്കാനെത്തും. നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് അകപ്പറമ്പ് മോർ ഷാബോർ അഫ്രോന്ത് യാക്കോബായ സുറിയാനി പള്ളിയിലാണ് സംസ്കാരം. ലിഡിയ ജേക്കബ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. ലിഡിയ, ഇന്നിപ്പോൾ 11 മണിയോടുകൂടെയാണ് വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നറിയുന്നു. അതിനുശേഷം ഈ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു? ജിൽസി, സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത് നാളെയാണ്. ഇന്ന് രാവിലെ 10 മണിയോടെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ നിന്നും മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 10 മണിയോടെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും മൃതദേഹം ഇറക്കി 11 മണിയോടെ പെരുമ്പാവൂരിലെ വീട്ടിലെത്തിക്കും. ഏകദേശം 1 മണിക്കൂറോളം പെരുമ്പാവൂരിലേക്ക് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ 10 മണിക്ക് ഏകദേശം ഇവിടുന്ന് 10 മണിക്ക് ഇറക്കി ഒപ്പം 11 മണിയോടെ വീട്ടിലെത്തിക്കാനാണ് ശ്രമിക്കുന്നത്. മാത്രമല്ല മറ്റ് നേതാക്കളും കാര്യങ്ങളുമൊക്കെ, പ്രമുഖരായിട്ടുള്ള നേതാക്കളൊക്കെ അന്തിമോപചാരം എത്തിക്കാൻ വീട്ടിലായിരിക്കും എത്തുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാവിലെ 10 മണിക്ക് മുൻപായി മറ്റ് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാൻ ഇങ്ങോട്ടേക്കായി എത്തുമെന്ന് കൂടി നമ്മൾ അറിയുന്നുണ്ട്. മാത്രമല്ല സംസ്കാരം ക്രമീകരിച്ചിരിക്കുന്നത് നാളെയാണ്. നാളെ ഉച്ചയ്ക്ക് 1 മണിയോടെ വീട്ടിൽ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. അതിനുശേഷം അകപ്പറമ്പ് യാക്കോബായ സുറിയാനി പള്ളിയിലേക്ക് കൊണ്ടുപോവുകയും 2:30 പള്ളിയിലെ സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കുകയും ചെയ്യും. ഇത്തരത്തിലാണ് സംസ്കാര ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ നഷ്ടം തന്നെയാണ്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത നമ്മൾ അറിഞ്ഞത്. ഇന്നലെ വൈകുന്നേരം 4:30 അദ്ദേഹം അന്തരിച്ചത്. ദീർഘനാളായി വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ഏകദേശം 2018 മുതൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹം പിൻവാങ്ങിയിരുന്നു. ഈ ആരോഗ്യ പ്രശ്നങ്ങളാലാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങി നിന്നിരുന്നത്. പിന്നീട് അങ്ങോട്ട് ദീർഘനാളായി വാർദ്ധക്യ സഹജമായിട്ടുള്ള രോഗം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 15 അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗത്തെ തുടർന്ന്, അണുബാധയെ തുടർന്നൊക്കെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കഴിഞ്ഞ 2 ദിവസം മുൻപ് ചെറിയ കുറവ് അസുഖത്തിൽ കാണിച്ചിരുന്നു. വലിയ പ്രതീക്ഷകൾ അപ്പോൾ നമുക്കുണ്ടായിരുന്നു. അതായത് 2 വെന്റിലേറ്ററിന്റെ സഹായമുള്ളത് 1 വെന്റിലേറ്ററായി കുറയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ വലിയ പ്രതീക്ഷകളായിരുന്നു ഉണ്ടായിരുന്നത്. പി തങ്കച്ചൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷകളായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലെ നിർഭാഗ്യവശാൽ വൈകുന്നേരത്തോടെ അത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ അറിയുകയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടം തന്നെയാണ് പി തങ്കച്ചന്റെ വിയോഗത്തോടെ ഉണ്ടായിരിക്കുന്നത്. ഒരുപാട് കാലം കോൺഗ്രസിനെ നയിച്ച സമുന്നതരായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. ഒട്ടുമിക്ക എല്ലാ പ്രമുഖ സ്ഥാനങ്ങളും വഹിച്ച, പ്രധാനപ്പെട്ട സ്ഥാനങ്ങളും വഹിച്ച ഒരു നേതാവ് കൂടിയാണ്. KPCC ആക്ടിംഗ് പ്രസിഡന്റായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒപ്പം UDF കൺവീനറായി 1.5 പതിറ്റാണ്ടുകാലം അടക്കം പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. MLA ആയിരുന്നു. പെരുമ്പാവൂർ MLA ആയി ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിനെ നയിക്കുന്നതിൽ, കോൺഗ്രസിനെ ഇത്തരത്തിലുള്ളൊരു ഇതിലേക്ക് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ്. ഈ മുന്നണിക്കിടയിലെ വിഭാഗീയതകൾക്കിടയിൽ കൂടിയും അദ്ദേഹം ഒരു ചർച്ചകൾക്കായി അല്ലെങ്കിൽ പരിഹാരത്തിനായി മുൻനിരയിൽ നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നാളെ ഉച്ചയോടുകൂടി സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. 2:30 സംസ്കാരം, ഏകദേശം 3 മണിയോടുകൂടി സംസ്കാര ശുശ്രൂഷകൾ അവസാനിച്ച് സംസ്കാരം നടക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്.